ഹലോ ഗൈസ്, ഞാൻ അനോഷ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഞാൻ ഉണ്ടാക്കിയ ബാബ്സ് മോണിസ്റ്റർ ട്രക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അബിൻ ബാബ്സ് എബ്ര എന്ന ചേട്ടൻ്റെ ഇസൂസു വീക്രോസ് ഡി മാക്സ് മോഡിഫൈ ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഈ വണ്ടീനെ പറ്റി പറയാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താണ്. കുറേ പേര് ചോദിച്ചു ഇത് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തേക്കണ 4x ഷീറ്റാണ്. 4 mm 4x ഷീറ്റ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 43 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് വെച്ചാൽ ടയർ ഉൾപ്പെടെയുള്ള ഹൈറ്റ് 18 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഇതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ, ഇത് ലിഫ്റ്റഡ് വെഹിക്കിളാണ്. 12 ഇഞ്ചോളം ലിഫ്റ്റ് ചെയ്തൊരു വെഹിക്കിളാണ് ഇത്. പിന്നെ ഇത് ബ്ലൂ പ്രിൻ്റ് എടുത്തിട്ട് ഇസൂസു വീക്രോസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ആ പ്രിൻ്റ് ഉപയോഗിച്ചാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ ഉണ്ടാക്കാൻ നേരം പിന്നെ ഇതൊരു പാർട്ട് ഇതൊരു പാർട്ട്, പിന്നെ ടോപ്പിലൊരു പാർട്ട് ഇതൊരു പാർട്ട്, പിന്നെ ഫ്രണ്ടിലൊരു പാർട്ട്, അങ്ങനെ എല്ലാം പാർട്ടായിട്ട് ഉണ്ടാക്കണേക്കും നല്ലത്. അതാ നേരം നമുക്ക് നല്ലപോലെ ഡീറ്റെയിലിങ് ചെയ്യാനാ. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യണ പശ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി ക്യുക്ക് ഗമ്മാണ്. അത് നോക്കിയൊക്കെ ഒട്ടിച്ചില്ലെങ്കിൽ അത് ഈ വണ്ടിയെ തന്നെ നമ്മുടെ കൈയും വണ്ടിയും കൂടി തമ്മിൽ ഒട്ടിപ്പോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൊളിച്ചെടുക്കുമെങ്കിൽ അത് വണ്ടിക്കും ഡാമേജാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രാഷ് കാർഡിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചായിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ USB കേബിളില്ലേ, അഡാപ്റ്ററിൻ്റെ ചാർജറിൻ്റെ വയറാണിത്. അന്നേരം ഇതിൻ്റെ ഉള്ളിലുള്ള വയറിനെ വലിച്ചെടുത്ത് കളഞ്ഞിട്ട് ഈ കെട്ട് കമ്പി അങ്ങനെയുള്ള നേർത്ത ചെറിയ MM കമ്പി അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇത് ഓരോ പാർട്ടായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പെട്ടെന്ന് തട്ടിയാലോ ഒന്നും പറ്റിയല്ല. അതാണ് ഈ ഗ്ലാസ്സിന് ഉപയോഗിച്ചേക്കണ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാമിനേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. ഈ ഷീറ്റ് കൊണ്ടാണ് ഈ ലൈസൻസിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാമിനേഷൻ ഇതൊരു വലിയ ഷീറ്റാണ്, ഒരു നോട്ട്ബുക്കിൻ്റെ ഒക്കെ അത്രയുള്ള ഷീറ്റ്, അത് കിട്ടും. അത് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാത്തത് കൊണ്ട് പിന്നെ 4x തന്നെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ലാമിനേഷൻ ഗ്ലാസ് ഒട്ടിക്കുക ചെയ്ത് അതാണ് നമുക്ക് സ്ട്രോങ് ആയിരിക്കും. വേറെ കുഴപ്പമൊന്നും പറ്റിയല്ല. ഇവിടെയും അതുപോലെ തന്നെയാണ് സൈഡിലൊക്കെ ചെയ്തേക്കുന്നത്. മിററും 4x വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടിയാണ് LED കയറ്റി വെച്ചേക്കണത്. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കളഞ്ഞേക്കണേ. എന്നിട്ട് LEDയുടെ ആ 2 കാലുണ്ടാവുമല്ലോ, ആ കാല് തന്നെയാണ് ഉള്ളിലോട്ട് കയറ്റി വിട്ടേക്കണത്. അതാന്നേരം നല്ല സ്ട്രോങ്, പെട്ടെന്ന് തട്ടിയാലും ഒന്ന് വളഞ്ഞാൽ പോകത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ വേറെയുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ബോർഡ് ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് അത് നോക്കി തന്നെ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഈ കാരിയർ ഇത് നമ്മുടെ ഈ ലൈൻ കമ്പിയൊക്കെ ഇല്ലേ, ഈ ലൈൻ്റെ ആൾക്കാർ അത് വന്നു കഴിയാൻ നേരം ലൈൻ കമ്പിയൊക്കെ മുഴിച്ചിട്ട് പോകാൻ നേരം ഈ വേസ്റ്റ് ലൈൻ കമ്പിയൊക്കെ ഇട്ടിട്ട് പോകത്തില്ലേ, അതിൻ്റെ അലൂമിനിയത്തിൻ്റെ കമ്പിയാണിത്. ഇതിങ്ങനെ വളച്ച് വെച്ചേക്കണേണ്. എന്നിട്ട് ഇത് 3 mm 4x ഇങ്ങനെ ഒട്ടിച്ചേക്കണേണ്. അധികം ബലമൊന്നും കിട്ടിയാല. ഇതുമേലെ വന്നാലും നമുക്ക് അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കാനേ പറ്റത്തുള്ളൂ ഇത്. പിന്നെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കിറ്റില്ലേ, ആ ഗോൾഡൻ കളറിലെ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സംഭവമാണിത്. ആ റാഡ് പോലത്തെ പിന്നെ ഇതിൻ്റെ ഉള്ളിലും ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഒറിജിനൽ വണ്ടിക്കകത്ത് തന്നെ വീല് സ്റ്റെപ്പിനായിട്ട് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. ഇത് ഈ സെയിം അലൂമിനിയം കമ്പി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് ഇത് ഫ്ലെക്സി കുക്ക് കൊണ്ട് മാത്രം ഇങ്ങനെ ഒട്ടിക്കരുത്. ഒരു സപ്പോർട്ടിന് വേണ്ടി ഇതിൻ്റെ ഇടക്ക് 4x കൂടി ഒന്ന് ജസ്റ്റ് കയറ്റി കൊടുക്കണം. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാമേജ് ആയിരുന്നു, അതുകൊണ്ട് ഞാനിതൊന്ന് പശ വെച്ച് ഒട്ടിച്ചു. പക്ഷേ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ പശയുടെ ഈ ഒരു പുക പോലെ അടിച്ചത്. അതിനി മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കളയണം. അന്നേരം സ്റ്റെപ്പിന് ഉണ്ടാക്കുന്ന ടയർ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനലിലിട്ടു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. പിന്നെ ഇത് ഹൈ ലിഫ്റ്റ് ജാക്ക്, ഇതും ഒറിജിനൽ വണ്ടിക്കകത്ത് തന്നെ ഉള്ളത്. ഇത് 4x തന്നെയാണ്. 4xൻ്റെ 2 സൈഡും ഉണ്ടല്ലോ, ഈ വളയണ സ്ഥലം വളയാത്ത സൈഡും. അന്നേരം ആ വളയാത്ത സൈഡ് കൊണ്ട് ഈ നേരെയുള്ള ലിവർ കട്ട് ചെയ്യണം. ഇത് പേനയുടെ റീഫില്ലറാണ്, റീഫില്ലർ വെച്ചും ഇതും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ഇത് കാർബോർഡാണ്. ഇങ്ങനെയുള്ള നേരത്തെ സാധനമൊക്കെ നമുക്ക് കാർബോർഡിൽ ചെയ്യാൻ പറ്റും. ഈ നോട്ട്ബുക്കിൻ്റെ ഒക്കെ പുറന്താളെ പോലത്തെ അതുപോലത്തെ കാർബോർഡ് ഉണ്ടാക്കി ഇതും ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ചില സ്ഥലത്ത് മാത്രമൊക്കെ ഈ ചെറിയ ഐറ്റത്തിനൊക്കെ 4xൻ്റെ ഉപയോഗം വരത്തുള്ളൂ. ഇനി ഈ ബാക്കിൽ ബാബ്സ് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ പിന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ബാക്കിൽ ടെയിൽ ലാമ്പിൻ്റെ 4 LED ആണ്, 2 റെഡും പിന്നെ 2 യെല്ലോയും ഇൻഡിക്കേറ്ററിന് വേണ്ടി. പിന്നെ യെല്ലോക്ക് പവറായി കുറവായതുകൊണ്ട് ഒരു കളറ് ഇച്ചിരി കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു ഓറഞ്ച്
ഒരു ഷീറ്റും ചെറിയ കളറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്പർ പ്ലേറ്റൊക്കെ അടിച്ചേക്കണ ഇത് ലേസർ പ്രിൻ്റാണ്. ഇത് നമ്മുടെ ചേർത്തലയിലെ പ്രിൻ്റ് ഹബ്ബിലെ നമ്മുടെ കൂട്ടുകാരൻ്റെ ജോമോൻ ചേട്ടൻ ചെയ്ത് തന്നെയാണ്. പുള്ളി നമുക്കായിട്ട് ഇത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് തന്നെയാണ്. പിന്നെ ഈ പേരും നിങ്ങൾ കണ്ടാണ് ചെകുത്താനെന്ന്, ഇതും ലേസർ പ്രിൻ്റ് തന്നെയാണ്. പിന്നെ അടിയിലുള്ള നമ്പർ പ്ലേറ്റും അതും ലേസർ പ്രിൻ്റാണ്. പിന്നെ ഇത് ഈ കൊടുത്തേക്കണം ഇത് നമ്മുടെ വയർ തന്നെ, ഈ USB കേബിളിൻ്റെ ഉള്ളിലുള്ള വയറില്ല, ആ നേരത്തെ വയർ തന്നെയാണ്. പിന്നെ ഈ ലൈറ്റ് ഇത് തെളിയുന്ന ലൈറ്റാണ്. ഇത് നമ്മുടെ ഈ 1 hour ഇപ്പോൾ ഈ 5 രൂപ കിട്ടുന്ന LED ബൾബില്ല വൈറ്റ്, അതിൻ്റെ പുറത്ത് 2 mm 4x 2 പ്രാവശ്യം ചുറ്റിയതാണ്. എന്നിട്ട് നമ്മുടെ കെട്ട് കമ്പിയില്ലേ അതാണ് ഇങ്ങനെ ഗ്രില്ല് പോലെ വെച്ചേക്കണത്. ഇത് നോർമലി നമ്മുടെ ഈ കാർഡ്ബോർഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത് ചെയ്യാന്നുള്ളത്. പിന്നെയുള്ള ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഇത് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് ഉള്ളിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് ഈ കവർ ഹെഡ്ലൈറ്റിൻ്റെ ഈ കവറ് ബോഡിയായിട്ടാണ് ഒട്ടിച്ചേക്കണത്. എന്നുവെച്ചാൽ 2 സെപ്പറേറ്റ് ആയിട്ട് ഇത് ഹെഡ്ലൈറ്റൊക്കെ എല്ലാം ഉള്ളി ശരിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ കവറ് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കവർ വണ്ടിയുടെ പുറത്തൊട്ടിച്ച്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങും കിട്ടും, കാണാൻ ഇത്തിരി ഭംഗിയും കിട്ടും. ഉള്ളിലോട്ട് നമ്മൾ കയറ്റാനാണെങ്കിൽ ഒറിജിനൽ വണ്ടി പോലെ തന്നെ ഒരേ പാർട്ടായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് മിനിയേച്ചറിൽ അത്ര ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ള ഈ ഭാഗം അത് മോഡിഫൈ ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാണ് ഒറിജിനൽ വണ്ടിക്ക്. ഇത് നമ്മുടെ ഈ ക്രോമിയം ഷീറ്റൊക്കെ ഈ സ്റ്റിക്കർ കടയിൽ കിട്ടും. നോർമൽ സ്റ്റിക്കർ കടയിലൊക്കെ ക്രോമിയം ഈ സ്റ്റിക്കർ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇത് കാർഡ്ബോർഡാണ്. ഇത് അലൂമിനിയം കമ്പി തന്നെയാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇത് നോർമലി കാർഡ്ബോർഡ് ഇങ്ങനെ വെട്ടിച്ചേക്കണതാണ്. ഇനിയുള്ളത് ടയർ. ഈ ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ RC എല്ലാവർക്കും അറിയാവുന്ന ഒരു RC ഇടുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച RC ഇടുന്നത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ ഗ്രിപ്പ് ഇങ്ങനെ വലിച്ചിടുകയാണ് ചെയ്തത്. ഈ ടയർ ഞാൻ ഉണ്ടാക്കിയാണ്. ഈ ഉണ്ടാക്കിയ ടയറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ഇത് കാർഡ്ബോർഡ് തന്നെയാണ്. പിന്നെ ഈ ടയർ നിൽക്കുന്നത് ബെയറിങ്ങിലാണ്. 4 ടയറും ബെയറിങ്ങിലാണ് നിൽക്കുന്നത്. ബെയറിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, വണ്ടി നല്ല സ്മൂത്തായിരിക്കും, നമുക്കൊരിച്ചിരി ഒറിജിനലായിട്ട് കിട്ടും. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഇത് വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ എല്ലാവരും ചോദിച്ച കാര്യമാണ് ഈ വീൽ റൊട്ടേഷൻ്റെ കാര്യം. ഇതെല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം. ഈ ഫ്രണ്ട് ആക്സിൽ ചെയ്തേക്കണേ കാറിൻ്റെ ഒക്കെ ഫ്രണ്ട് ആക്സിൽ നിങ്ങൾക്ക് അറിയാലോ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയിരിക്കും, ഇങ്ങനെ 2 വന്നിട്ടുള്ള എന്തായിരിക്കും. പക്ഷേ അങ്ങനെ നമുക്ക് ഈ മിനിയേച്ചർ ഉണ്ടാക്കാൻ നേരം മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള ഈ ലോവർ ആമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നേരം പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വരാൻ നേരം എങ്ങനെ വന്നാലും അതിൻ്റെ ബലം കുറയും. പക്ഷേ ബലത്തിലുണ്ടാക്കാനാണെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും കുറയും. അതുകൊണ്ട് നമുക്ക് അതൊരു ചാലഞ്ചായിട്ട് വരും. അതുകൊണ്ട് ഞാനിവിടെ ചെയ്തേക്കണം, നമ്മൾ നോർമലി മിനിയേച്ചറിൻ്റെ ബസ്സൊക്കെ ഉണ്ടാകത്തില്ലേ, ആക്സിൽ ഉണ്ടാകത്തില്ല, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആ ബസ്സിൻ്റെ ആക്സിൽ തന്നെ ഇങ്ങനെ നേരെ തന്നെ ഉണ്ടാക്കിയിട്ട് വീൽ റൊട്ടേഷൻ ഉൾപ്പെടെ ചെയ്തേക്കണേ. എന്നുവെച്ചാൽ ഇതൊരു ഒറ്റ ആക്സിലാണ്. പിന്നെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ ആക്സിലിന് പകരം ഇത് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നീക്കി കൊടുത്തേക്കണേ. മനസ്സിലായി? ഇത് അടുത്തിരിക്കണതിനോട് നീക്കി കൊടുത്തേക്കണേ. എന്നുവെച്ചാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി. ഒറ്റ എന്തെങ്കിലും പോകാനാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നോക്കാൻ നേരം നമുക്ക് ഇവിടെ കൂടി ആക്സിൽ ഇങ്ങനെ നേരെ പോയേക്കണായിട്ട് കാണും. കാറിനെ സംബന്ധിച്ചുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കണ്ടാൽ തന്നെ ഇതൊരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അപ്പുറത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനൊരു പീസും കൂടി വെച്ചിട്ടുണ്ട്. അത് കാരണം ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പെട്ടെന്ന് അഴിച്ചു വീണാല നമുക്ക് നല്ല പെട്ടെന്ന് വണ്ടി ഒടിയത്തുമില്ല, ആക്സിലിനൊന്നും കംപ്ലൈൻറ്റും പറ്റത്തില്ല. പിന്നെ ഇത് ബസ്സിൻ്റെ ചെയ്യണ പോലെ തന്നെ ലീഫ് സസ്പെൻഷനായിട്ട് തന്നെ കൊടുത്തേക്കണത്. ഇത് PVC പൈപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ ലീഫ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ മിനിയേച്ചറിനെ ചെന്നുള്ള സഞ്ജയ് ബ്രോ, അവനാണ് ഇത് പറഞ്ഞു തന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അവനും വില്ലീസിൽ ജീപ്പൊക്കെ ഉണ്ടാക്കണവനാണ്. അവനിതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവനാണ് പറഞ്ഞത് ഈ PVCയുടെ ചെയ്താൽ മതിയെന്ന്. ഇത് PVC അന്നേരം പിന്നെ എല്ലാവർക്കും ഡൗട്ടുണ്ടാവും, PVC പൈപ്പിൻ്റെയൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൻഡായി പോവുക, അല്ല തിരിച്ച് ഇങ്ങനെ റിഫ്രഷനായിട്ട് വരുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടാവും. ആ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല വർക്കാണ്. ഞാൻ നല്ലപോലെ കുഴിയിലൊക്കെ കൊണ്ടിട്ടിട്ടും ഈ ഓഫ് റോഡ് പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടും നല്ല പക്കയായിട്ട് തന്നെ ഇത് നിന്നായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 12 ഇഞ്ച് ലിഫ്റ്റഡ് കിറ്റ് വണ്ടിയാണിത്. അതുകൊണ്ട് അതിൻ്റെ ലിഫ്റ്റിംഗ് കിറ്റാണ് ഈ ഇരിക്കുന്നത്. ഇത് 4x വെച്ച് തന്നെ ചെയ്തേക്കണത്. എന്നിട്ട് അത് ചേസുമായിട്ട് ഒട്ടിച്ചേക്കണതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ബാക്കിലും ചെയ്തേക്കണത്.
ബേക്കിലും അതുപോലെ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ലോവർ ആം ഇത് 4x വെച്ച് തന്നെ ചെയ്തേക്കണം. ഇത് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4xന്റെ 2 വശങ്ങളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു വശം വളയുകയും ചെയ്യും, ഒരു വശം വളയത്തില്ല. ആ വളയണ വശമില്ല, അതുകൊണ്ട് വേണം ഈ ലോവർ ആം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടുള്ള ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ വർക്ക് ചെയ്യാൻ നേരവും ഈ ലോവർ ആമും ഇങ്ങനെ വളയുകയും ചെയ്തോളൂ, അല്ലെങ്കിൽ ഒടിഞ്ഞാൽ പോകത്തുള്ളൂ. പിന്നെ ഇത് ഡയറക്റ്റ് ഈ 4xയിലായിട്ട് ഒട്ടിച്ചിട്ടില്ല, ഇത് മറ്റേ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇൻസുലേഷൻ ടേപ്പ് 4x ഒട്ടിച്ചിട്ട് അതിൽ ഓവർ ആമിലായിട്ട് ഒട്ടിച്ചേക്കണം. പിന്നെ ഇച്ചിരി ഗമ്മും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, പെട്ടെന്നൊന്നും പൊട്ടി പോകത്തുമില്ല. എന്നിട്ട് ലോവർ ആമിൻ്റെ ഈ എൻഡ് പിന്നെ ആക്സിലുമായിട്ട് വേണം യോജിപ്പിക്കാൻ. ആക്സിലുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ വെച്ച് ഒട്ടിക്കരുത്. ഇത് ഞാനിപ്പോൾ ഒരു നൂല് വെച്ച് ഇവിടെ ഒരു ജോയിൻറ്റ് പോലെ ഇട്ടിട്ട് നൂല് ആക്സിലിൽ കെട്ടിയേക്കണം ചെയ്ത്. അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവർ ആം ഫ്രീ ആണ്. ലോവർ ആം ഫ്രീ ആണ്. ഇത് വർക്ക് ചെയ്യാൻ നേരവും പിന്നെ ഈ ആക്സിലും ലോവർ ആമും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും, പെട്ടെന്ന് വിട്ടുപോകുക അങ്ങനെയുള്ള കുഴപ്പമൊന്നും വരില്ല. നമുക്ക് ഈ സസ്പെൻഷൻ എന്തോരം വർക്ക് ചെയ്യിപ്പിക്കാം അതിൻ്റെ മാക്സിമം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ റീഫില്ലറില്ലേ, റീഫില്ലറിൻ്റെ എന്തെങ്കിലും മറ്റേ ക്രോമിയം സ്റ്റിക്കർ ഒട്ടിച്ചേക്കണേ. പിന്നെ ബാക്കിയുള്ളത് ഈ സസ്പെൻഷൻ, ഇത് ലിഫ്റ്റിംഗ് കിറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം 4x ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ സംഭവമൊക്കെ ഈ ലിഫ്റ്റിംഗ് കിറ്റിൻ്റെ ഈ ഷോക്കിൻ്റെ ഈ സാധനങ്ങളും ഈ സസ്പെൻഷനും ഇതെല്ലാം കൂടി ആക്സിലാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ബോഡിയുമായിട്ടോ ചേസുമായിട്ടോ ഈ ടോപ്പിലെ സാധനങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ട നമുക്ക് സസ്പെൻഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ലുക്കും കിട്ടും, നമ്മുടെ കാര്യവും നടക്കും. പക്ഷേ ഇതുമായിട്ട് കണക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയാൻ നേരം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടല എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡാമേജ് ആവും. പിന്നെ അത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി നടക്കണം. വണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പശയൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മെനക്കെട്ട പരിപാടിയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബേക്കിലും ഈ PVC പൈപ്പിൻ്റെ എന്ത് തന്നെ 2 എണ്ണം കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ ബേക്കിൽ ഇച്ചിരി സ്ട്രോങ് ആവശ്യമാണല്ലോ, അതുകൊണ്ട് 2 എണ്ണമായിട്ട് കൊടുത്തേക്കണേ. പിന്നെ ഇത് സ്റ്റെപ്പിന് വെക്കണ എന്താണ് ഒറിജിനൽ വണ്ടിക്കകത്തുള്ളതാണ്, പുള്ളി മാറ്റിയിട്ടില്ല. ഇത് റിയർ ആക്സിൽ, ഇത് 4x തന്നെ കട്ട് ചെയ്ത് റൗണ്ടാക്കി എടുത്തേക്കണാണ്. പിന്നെ ഇത് ബാക്കിൽ ലിഫ്റ്റിംഗ് കിറ്റിൻ്റെ ഇത് 4x 5 mm 4x പിന്നെ 2-3 എന്തായിട്ട് അടുക്കി വെച്ചേക്കണാണ്. ഇനി ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റിങ്സിനെ പറ്റിയാണ് പറയാൻ പോണത്. ഹെഡ് ലൈറ്റും പിന്നെ ഈ പൊക്കത്ത് വെച്ചിട്ടുള്ളത് ഈ ലൈറ്റും അങ്ങനെയുള്ള ലൈറ്റും പിന്നെ ടെയിൽ ലാമ്പും അതൊക്കെയാണ് ഉള്ളത്. ഇതെല്ലാം കൂടി 3 ബാറ്ററിയിൽ കൊടുത്തേക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റിനെ പറ്റിയൊന്നും എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് LED-യും ഈ റെഡ് LED-യുമായിട്ട് ഒരുമിച്ച് തെളിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അത് പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒരു കുഴപ്പം പറ്റിക്കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ്. പിന്നെ ഇൻഡിക്കേറ്ററും വേറെയുള്ള ലൈറ്റുമായിട്ട് തെളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ പവർ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ 3 9V ബാറ്ററി വെച്ചേക്കുന്നത്. ഈ ബാറ്ററിക്ക് അങ്ങനെ സ്വിച്ച് ഒന്നും വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ സ്വിച്ച് വെക്കാനാണെങ്കിൽ അതിന് നമ്മൾ പ്രത്യേക സ്ഥലം വേണം. പിന്നെ ഇത് എപ്പോഴും ഈ ബാറ്ററികൾ ഇങ്ങനെ ജോയിൻ്റായി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചാൽ ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യം കഴിയാൻ നേരം ബാറ്ററി നമുക്കത് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇത് ഇച്ചിരി ടൈറ്റാണ്, വണ്ടി കമ്മത്തി വെച്ചാലും പോയില്ല. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് ആവശ്യമുള്ളപ്പോഴേ ബാറ്ററി ചാർജ് ഇറങ്ങാൻ നേരം മാത്രം മാറ്റിയാൽ മതി. പിന്നെ ഇത് ഓണെന്ന് പറയണത് ബാറ്ററി വേണ്ട, ഇതിങ്ങനെ നീക്കിയാൽ മതി. ഇങ്ങനെ നീക്കി കഴിയാൻ നേരം അവിടെ മുട്ടി വേണ്ട ലൈറ്റ് കളിച്ചു. ലൈറ്റിൻ്റെയൊക്കെ വീഡിയോ ഇത് കഴിയാൻ നേരം ഞാൻ ഇട്ട് കാണിച്ചു തരാം. അത് നമുക്ക് എന്നിട്ട് ഓഫ് ആക്കണമെങ്കിൽ ഇതിങ്ങനെ നീക്കുകയും കൂടി ചെയ്താൽ മതി. വേണ്ട ഇങ്ങനെ നീക്കുകയും കൂടി ചെയ്താൽ മതി. എങ്ങനെ തന്നെയാണ് എല്ലാ ബാറ്ററിയും നമ്മൾ ചെയ്തേക്കണത്. ആ ഒരു സെറ്റപ്പാണ്. 4x തന്നെയാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. 4x തന്നെയാണ് ടൈറ്റായിട്ട് ഇരുന്നോളും. ചെറിയ റിഫ്ലക്സും കൂടിയാണ്, അപ്പോൾ നമുക്ക് നല്ല ടൈറ്റിലും കൊണ്ട് അമർത്തി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി ഈ വണ്ടിയെപ്പറ്റി പറയാനുള്ളത്. പിന്നെ കുറേ പേര് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ചോദിച്ചു. ഞാനങ്ങനെ മേക്കിംഗ് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള വീഡിയോ ഇനിയും കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിനിയേച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും ഇനിയുള്ള വീഡിയോ ഒക്കെ മേക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക.